ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന കൊണ്ട് നമ്മൾ എരിശ്ശേരി, കാളൻ, ഉപ്പേരി, പിന്നെ ചേന ഫ്രൈ ഇതൊക്കെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണല്ലോ അല്ലേ. ചേന കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മിക്കവാറും ചോറിലേക്ക് മാത്രം സൈഡ് ഡിഷ് ആയിട്ടാണല്ലോ അല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ ചേന കൊണ്ട് ടേസ്റ്റിൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യാസത്തിൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി, പൊറോട്ട എന്ന് വേണ്ട ഏത് പലഹാരത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് കൊണ്ട് ചേന കഴിക്കാത്തവർക്ക് പോലെ ഈ കറി തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ചേന മസാലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇനിയും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണേ. ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ചേന ഒന്ന് വേവിക്കണം. അതിനായിട്ട് 400 ഗ്രാം ചേന തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഇതുപോലെ മീഡിയം സൈസിലുള്ള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയത്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും ചേർത്തിട്ടാണ് വേവിക്കേണ്ടത്. നമുക്കിതിലെ വെള്ളമൊന്നും വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്താൽ മതി. ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയാൽ മൂടി തുറന്ന് വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ കൂടുതൽ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം ഇത്രത്തോളം വറ്റി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 മിനിറ്റ് നേരം ചേനയെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണ ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഉപയോഗിക്കാം. ചേന വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കി കുറച്ചുകൂടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായാൽ മീഡിയം സൈസിലുള്ള 3 സബോളയും പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വലിയ സബോള ആണെങ്കിൽ 2 എണ്ണം മതി. തീരെ ചെറിയ സബോള ആണെങ്കിൽ 4 എണ്ണം എടുക്കാം. സബോള ഇറച്ചിക്കറിയിലേക്ക് വഴറ്റുന്നത് പോലെ തന്നെ കളർ നല്ല പോലെ ചേഞ്ചായി സോഫ്റ്റായി വരുന്നത് വരെ തന്നെ വഴറ്റണം. ഇത്രയും വഴന്നു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക് ഇത്രയാണ് ചതക്കാനായി എടുത്തത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെൽ നന്നായി മാറി വന്നാൽ ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് പകുതി സാധാരണ മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടി ബാക്കി പകുതി കാശ്മീരി ചില്ലി പൗഡർ അങ്ങനെയും ചേർക്കാം കേട്ടോ. എന്നാലും കുറച്ച് കുരുമുളക് കൂടെ ചേർത്താൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 2 തക്കാളി മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചത് ചേർക്കാം. തക്കാളി അരച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷെ വെന്താൽ മാത്രം പോരെ, ഇതിൻ്റെ റോസ്മെൽ നന്നായി മാറി വരികയും വേണം. അതുകൊണ്ട് തക്കാളി 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റാം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ല പോലെ വഴന്നു വന്നാൽ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ചേന വേവിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് മസാല വഴറ്റാൻ വേണ്ടി എണ്ണ തെളിഞ്ഞ് വരാൻ മാത്രമുള്ള വെളിച്ചെണ്ണ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എണ്ണ തെളിഞ്ഞു വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തക്കാളിയുടെ കളറും സ്മെല്ലൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നാൽ വേവിച്ചിട്ടിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം.
പിന്നെ നിങ്ങൾക്ക് കറിയിൽ എത്രത്തോളം ഗ്രേവി വേണോ അത്രയും വെള്ളം കൂടെ ചേർക്കാം. ചേന വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നത് കൊണ്ട് മസാലയിലേക്ക് വേറെ ഉപ്പ് ഞാൻ ചേർത്തിരുന്നില്ല. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാലയൊക്കെ ചേനയിൽ നന്നായി പിടിക്കാനായി 2-3 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ചേനയിൽ മസാല നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ചേന മസാലയിൽ ചേർത്തതിന് ശേഷം കാര്യമായിട്ട് അങ്ങനെ വേവാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ചേന മുഴുവനായിട്ട് വേവിക്കുക. കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ബീഫൊക്കെ വേവിക്കുന്നത് പോലെ പകുതി വേവ് മസാലയിൽ ചേർത്തിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചേന പിന്നെ വെന്തോളണമെന്നില്ല. ചേന ആദ്യമേ നന്നായി വെന്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. അപ്പോൾ വേവിൻ്റെ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അത്ര തന്നെ പെരുംജീരകം പൊടിച്ചതും കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. പിന്നെ വെജ് കറി ആയതുകൊണ്ട് തന്നെ മസാലയുടെ കുത്ത് കറിയിൽ തീരെ ഇല്ലാതിരിക്കാനായിട്ട് കുറച്ചുകൂടെ പച്ചവെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. കറി ചെറുതായി ഒന്ന് ചൂട് മാറിയതിന് ശേഷം സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലുള്ള കറികളൊക്കെ ഇരിക്കും തോറും ടേസ്റ്റും കൂടും. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത ചേന കൊണ്ടുള്ള ഈസി ഒഴിച്ച് കറിയുടെയും പിന്നെ ചേമ്പ് പുളിങ്കറിയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി ചേന കൊണ്ട് സ്ഥിരം വെക്കുന്ന റെസിപ്പികളിൽ നിന്ന് ഒരു ചേഞ്ച് ആയിട്ട് ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പികൾ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്താൽ തീർച്ചയായും ഫീഡ്ബാക്ക് വീഡിയോയുടെ അടിയിൽ കമൻറ്റായി തന്നെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്യുമല്ലോ അല്ലേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.